അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സൂറത്തുൽ ലുഖ്മാൻ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. أولئك على هدى من ربهم وأولئك هم المفلحون. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا. أولئك لهم عذاب مهين. ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ സൂറത്തുൽ ബഖറയിലും അല്ലാത്ത സ്ഥലങ്ങളിലുമായി വന്ന വചനങ്ങളാണ്. അപ്പം അതുകൊണ്ടത് കേട്ടാൽ തന്നെ മനസ്സിലാകാവുന്ന ഇതാണ്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരായത്തിൽ ഒന്നോ രണ്ടോ വചനങ്ങളെങ്കിലും മലയാളത്തിൽ നമ്മൾ പറയുന്നതല്ലാത്തതുണ്ടായിരിക്കില്ല. അപ്പം അത് നമുക്കിനി നമസ്കാരത്തിൽ ഓതി കേൾക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേണം. അതിനാണ് നമ്മളിത് പഠിക്കുന്നത്. സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം എന്നാണ് പറഞ്ഞു വരാറുള്ളത്. അലൈഹിസ്സലാം എന്ന് അമ്പിയാക്കന്മാർക്കേ പറഞ്ഞുകൂടൂന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതൊരു റളിയല്ലാഹു അൻഹു എന്ന് സഹാബിമാർക്കും അതുപോലെ അലൈഹിസ്സലാം എന്ന് നബിമാർക്കും നമ്മൾ പറഞ്ഞു വരുന്നു എന്നത് വെച്ചാൽ വേറെ ഒരു മഹാനായ മനുഷ്യൻ്റെ പേരിൽ അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ സമാധാനം അദ്ദേഹത്തിനുണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ലുഖ്മാൻ അലൈഹിസ്സലാം ഒരു നബി ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തെളിവും ഇല്ല. വളരെ അപൂർവം ചില ആളുകൾ പ്രവാചകനായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനൊന്നും ഒരു പ്രാമാണികമായ വിശ്വാസയോഗ്യമായ തെളിവുകളില്ല. എന്നാൽ മനസ്സിലായിടത്തോളം ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കാലക്കാരനായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുആസിർ എന്ന് പറഞ്ഞാൽ ആ അസ്റിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ദാവൂദ് നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ച ഒരാളായിരുന്നു. ദാവൂദ് നബിയുടെ സബൂറിൽ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ജനങ്ങളോട് ഉപദേശിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നെ മനുഷ്യ ചരിത്രം മതപണ്ഡിത മുഫസ്സിറുകളായ ആളുകൾ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഈജിപ്തിൻ്റെയും സുദാനിൻ്റെയും ആ ഇടക്കുള്ള ഒരു പ്രദേശത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊന്നും അത്രയൊരു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലൊന്നുമല്ല. അതേ ലുഖ്മാൻ അലൈഹിസ്സലാമിനെ പറ്റി നമുക്ക് ഉള്ളൂ. എന്നാൽ ലുഖ്മാനുൽ ഹക്കീം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. ഹക്കീമായിരുന്നു, അതായത് ഹിക്മത്ത്, നല്ല തത്വജ്ഞാനം ജനങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നതുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില ഹിക്മത്തുകളാണ്
ഇവിടെ ഈ സൂറത്തിൽ ഇനി വരാൻ പോകുന്നത് ഒരു 10 ആയത്തിൻ്റെ ശേഷം, ലുക്മാൻ 10-11 ആയത്തിൻ്റെ ശേഷം അതാണ് വരാനുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിക്മത്തുകൾ അഹ്ലുൽ കിതാബുകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ലുക്മാനുൽ ഹക്കീമിൻ്റെ ഹിക്മത്തുകളായ, അതായത് ജ്ഞാനോക്തികൾ എന്ന് നമുക്ക് പറയാവുന്ന ജ്ഞാനോക്തികളായിട്ടുള്ള കുറേ സതുപദേശങ്ങൾ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മുഫസ്സിറുകൾ എടുത്തു കാണാം. അതൊക്കെ നല്ലത് തന്നെയാണ്, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ അദ്ദേഹം നബിയാണെന്ന് പറയാൻ നിവൃത്തി ഇല്ല. അതാണ് അദ്ദേഹത്തെ പറ്റിയുള്ളൊരു ചുരുക്കം. ഈ സൂറത്തിന് പേരിടാനുള്ള കാരണം ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് ഉപദേശിച്ച ഒരു ഉപദേശം ഇതിലുണ്ട്. ആ ഉപദേശത്തിൽ നല്ല കറകളഞ്ഞ തൗഹീദുണ്ട്, വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ടുള്ള ഈമാനിനെ പറ്റിയുണ്ട്, ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല എന്നുണ്ട്. തൗഹീദ് അടിയുറച്ച് നിന്നാൽ ഒരാളെയും ഭയപ്പെടേണ്ടതില്ല എന്നിങ്ങനെയുള്ള വലിയ ഉപദേശങ്ങളുണ്ട്. ഖുർആനിൽ അത്രയേ ഉള്ളൂ. എന്നാൽ മുഫസ്സിറുകൾ ലുക്മാൻ അലൈഹിസ്സലാമിൻ്റെ കുറേ ഹിക്മത്തുകൾ രേഖപ്പെടുത്തിയതും കാണാം. അതൊക്കെ ഈ തരത്തിലുള്ള മനുഷ്യൻ്റെ നന്മകളായിട്ടുള്ള സൽസ്വഭാവങ്ങളും അഹങ്കാരത്തോടുകൂടി ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഉപദേശിക്കേണ്ട കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രവാചകനാണ് എന്നതിനൊരു തെളിവുമില്ല. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളായിരുന്നു എന്നേ നമുക്ക് അറിഞ്ഞിടത്തോളം പറയാൻ പറ്റുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. അവിടെ നമ്മൾ അൽ ബഖറയിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. ലാമ് നീട്ടണം, ലാം മീം, അത് മദ്ദോടുകൂടിയാണ് ഓതേണ്ടത്. അതുകൊണ്ട് മുസാഹിഫിൽ ലാമിൻ്റെ മീതയും മീമിൻ്റെ മീതയും ഒരു വിലങ്ങനെ ഒരു വര കാണാം. അതാണ് മദ്ദിൻ്റെ അടയാളമാണ് അത്. അതിന് പ്രത്യേകമായ അർത്ഥങ്ങളൊന്നുമില്ല. അള്ളാഹു ഈ വചനങ്ങൾ അറബികൾ സംസാരിക്കുന്ന അക്ഷരങ്ങളായ അലിഫ്, ലാമ്, മീമ്, മറ്റു പല അക്ഷരങ്ങളുണ്ട്. ഹുറൂഫുൽ മുഖത്തായത്ത് എന്ന്. മുഖത്തായത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുറിഞ്ഞ് നിൽക്കുന്ന അക്ഷരങ്ങൾ. അതായത് കൂട്ടിപ്പോൾ അലമ എന്നത് വായിക്കൂല, അലമ എന്നാണല്ലോ എഴുതിയത്. അല്ലെങ്കിൽ അലിമ് എന്ന് വായിക്കൂല, ഇൽമ് എന്ന് വായിക്കൂല. അലിഫ്, ലാമ്, മീമ്, അതാണ് മുഖത്തായത്ത്, കട്ട് ചെയ്ത മുറിഞ്ഞു നിൽക്കുന്ന അക്ഷരങ്ങൾ. അള്ളാഹു അഅലം ബി മുറാദിഹി, അതിൻ്റെ ഉദ്ദേശം അള്ളാഹ്ക്കേ അറിയുകയുള്ളൂ എന്നാണ് മുഫസ്സിറുകളൊക്കെ പറഞ്ഞത്. ഒരു സൂക്ഷ്മതയോണ്ട് പറയാണ്. കാരണം അത് ഇന്നതിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച് തന്നിട്ടില്ല. നബി വിവരിച്ചു കൊടുക്കാത്ത കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണില്ലെങ്കിൽ ഓല് ചോദിക്കും, എന്താ നബി അലിഫ് ലാം മീം, എന്താ ഇത്, എല്ലാം ചോദിക്കുമല്ലോ. എല്ലാം സഹാബിമാർ ചോദിച്ചിരുന്നു, ഇതൊട്ട് ചോദിച്ചിട്ടുമില്ല. ഇല്ല, കവിതകളിലും ഇത്തരം അക്ഷരങ്ങൾ കാണുന്നില്ല, ഖുർആനിൽ മാത്രമാണ്. ഇത് അവരോട്ട് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ ഓല് എന്നാ നബി പറഞ്ഞത് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ള എനിക്ക് ഒഴിവാക്കിയതാണോ? അതല്ല, ഓൽക്ക് ചില ധാരണകൾ ഉണ്ടായിരിക്കുമോ? അതിൽ നിന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്, ഹാദിഹിൽ ഹുറൂഫ് അല്ലത്തി യതകല്ലമുഹ അൽ അറബു വന്നബിയു ഖുറൈശുൻ. നബിയും ഖുറൈശികളും സംസാരിക്കുന്ന അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങളെ കൊണ്ടാണ് ഞാൻ ഖുർആന് ഈ ഓതുന്നത്. എന്നാൽ ഈ അക്ഷരങ്ങളല്ലേ നിങ്ങൾ ചെറുപ്പം മുതൽ സംസാരിക്കുന്നത്. ഇന്ന് ഞങ്ങളൊരു ഖുർആൻ ഉണ്ടാക്കി, ഒരു ഖുർആൻ ഒരു ആയത്തെങ്കിലും നിങ്ങളൊന്ന് ഓതി ഉണ്ടാക്കി പറയും. ഞാൻ ഈ ഓതുന്ന ഖുർആനിനെ പോലെ ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾ ഇതുപോലെയുള്ളൊരു സൂറത്ത് കൊണ്ടുവരി എന്ന് അൽ ബഖറയുടെ ആയത്തിലുണ്ട്. അതിനവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, അവരങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അപ്പോൾ ഒരു സമൂഹം എന്തായിരിക്കും? അവർ നബിയുടെ ബദ്ധവൈരികൾ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചവർ, അദ്ദേഹത്തിനെ നാടുകടത്താൻ ഒരുങ്ങി നിന്നവർ ഒക്കെ ഉണ്ടായിട്ടും ഖുർആൻ, നിങ്ങൾക്ക് ഈ ഖുർആൻ്റെ മാതിരി എന്നാ ഒന്ന് പറയ്, നിങ്ങളൊന്ന് പറയ് ഈ ഖുർആനെ പോലെ ഒരായത്ത്. അലിഫും ലാമും മീമും കാഫും ഹാവും യാവും ഐനും സ്വാദും ഇതൊക്കെ നിങ്ങൾ പറയേണ്ട ഭാഷയല്ലേ? നിങ്ങളെ ഉമ്മയുടെ ഭാഷ, നിങ്ങളെ മാതൃഭാഷയുടെ അൽഫബറ്റ് അക്ഷരമാലയല്ലേ ഞാൻ ഈ പറയുന്നത്? നിങ്ങളെന്നാ ഒരായത്ത് ചൊല്ലി ഇതുപോലെ എന്ന ഒരു വെല്ലുവിളിയായിരിക്കാം ഇതിലുള്ളത്. അത് അറബികൾക്ക് അല്ലെങ്കിൽ ഖുർആനിൻ്റെ പ്രബോധിതരായ ആളുകൾക്ക് അത് മനസ്സിലായിട്ടുമുണ്ടാവാം. അതുകൊണ്ട് അവർ ചോദിച്ചില്ല. അല്ലാതെ നബിയിൽ നിന്ന് കേട്ടത് എന്ത് ഏത് ഓരോന്നും ചോദിച്ചിരുന്നല്ലോ. ആകാശത്ത് കണ്ട അമ്പിളിമാമനെ പറ്റി വരെ അവർ ചോദിച്ചിരുന്നു. യസ് അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്. ഇതിങ്ങനെ ചെറുതായി ഒരു ചെറിയ ഒരു വര, പിന്നെ അതിങ്ങനെ കട്ടികൂടി വലിയത്, പിന്നെ ബദറുൽ മുനീറായി മാറുന്നു. എന്താണെന്ന് നബിയോട് ചോദിച്ചു. നബിക്ക് അള്ളാഹു വഴി അറിയിച്ചു കൊടുത്ത മാതിരി നബി പറഞ്ഞു അത് നിങ്ങളെ സമയനിർണയത്തിനുള്ളതാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നീട് നമുക്കത് മനസ്സിലാകുന്നു. അപ്പോൾ ചോദിക്കേണ്ടതൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. ഇത് ചോദിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു ധാരണയുണ്ടാകും. അറബി കവിതകളിൽ ഇത് കാണുന്നില്ല, ഖുർആനിൽ മാത്രമേ, ഇനി ഹദീസുകളിലും ഇത് കാണുന്നില്ല. അതിൻ്റെ കാരണം എന്താ? കവിതയിൽ വെല്ലുവിളി ഇല്ല. ഇതുപോലെയുള്ളൊരു കവിതകൾ കൊണ്ടുവരൂ എന്നുള്ള വെല്ലുവിളി ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി ഹദീസിലും വെല്ലുവിളിയില്ല. ഞാൻ ചൊല്ലിയ പോലെയുള്ള ഹദീസ് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, അങ്ങനെയൊക്കെ നബി എത്രയോ വാക്കുകൾ ജനങ്ങളോട് ഹദീസുകളായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ഹദീസുകൾ ചൊല്ലി എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും വെല്ലുവിളിയില്ല. നേരെമറിച്ച് ഇതിൽ വെല്ലുവിളിയുണ്ട്. ഹദീസിൻ്റെ ഒരു വചനം സലാസുൻ, നമ്മൾ നബിയുടെ ഹദീസിൽ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസാണെന്ന് വിചാരിച്ചിട്ട് ഒരു ഹദീസിൻ്റെ ഒരു തുടക്കം സലാസുൻ അല്ലെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ബുഖാരി ഇമാമ് ആദ്യമായി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അപ്പോൾ ആ ഹദീസിൻ്റെ ഉദ്ദേശത്തോടു കൂടി ഇന്നമ ഒരു 10 വട്ടം പറഞ്ഞാൽ അതിന് കൂലിട്ടൂല. അതതിൻ്റെ ആശയം പഠിക്കാനുള്ള. നേരെ മറിച്ച് ഖുർആനിൽ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അവിടെ ദാലിക്ക എന്ന് പറയുമ്പോൾ ദാലിന് ഒരു കൂലിയുണ്ട്, ഒരക്ഷരത്തിന് ലാമിനുണ്ട്. ദാലിനും ലാമിനും കാഫിനും 10 വീതം പ്രതിഫലമുണ്ട്, 30 പ്രതിഫലമുണ്ട് എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ ഓരോ അക്ഷരത്തിനും ഓരോരോ പ്രതിഫലമുണ്ട്, 10 പ്രതിഫലം വീതമുണ്ട്. അപ്പോൾ ഖുർആനിൻ്റെ അക്ഷരം ചെല്ലുന്നത് തന്നെ അലിഫ് ലാം മീം, ആ ഖുർആനിൻ്റെ ഉദ്ദേശത്തോടു കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒരന്ന് ഓതാനറിയില്ല. അലിഫ് ലാം മീം എന്ന് ചൊല്ലുമ്പോൾ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട്. അപ്പോൾ ആ പ്രതിഫലമുള്ള മുഅ്ജിസത്തായിട്ടുള്ള വചനങ്ങളാണ് എന്ന് കുറിക്കുന്നതായിരിക്കാം ഇത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ ഖറഅ ഫീ ലൈലത്തിൻ 10 ആയാത്തിൻ മിനൽ ഖുർആൻ ലം യക്തുബുഹുല്ലാഹു ലാ യക്തുബുഹുല്ലാഹു മിനൽ ഗാഫിലീൻ. ഒരാൾ ഒരു രാത്രിയിൽ ഖുർആനിലെ 10 ആയത്ത് ഓതിയാൽ ലാ യക്തുബുഹുല്ലാഹു മിനൽ ഗാഫിലീൻ, അല്ലാഹു തആല അവനെ അശ്രദ്ധന്മാരിൽ രേഖപ്പെടുത്തുകയില്ല. ഗാഫിലീങ്ങളെ പറ്റി അല്ലാഹു തആല നല്ലോണം പറഞ്ഞു, അപകടമാണ്, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു 10 ആയത്ത് ഒരു രാത്രിയിൽ ആരെങ്കിലും ഓതിയാൽ ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ. ആ ഹദീസ് ഉദ്ധരിച്ച ആളെ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതാ ഉദ്ധരിച്ചില്ല. മൻ ഖറഅ 10 ആയാത്തിൻ ഫീ ലൈലത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ. ഒരു രാത്രിയിൽ 10 ആയത്ത് ഒരാൾ ഓതിയാൽ അവൻ അശ്രദ്ധനാവുകയില്ല. ആയത്ത് ഓതുക എന്ന് പറഞ്ഞാൽ വെറുതെ എങ്ങനെ ചൊല്ലിപ്പറയലല്ല, ആശയ അർത്ഥത്തോടു കൂടി ഓതിയാൽ ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ പെടില്ല. ഗാഫിലി എന്ന് പറഞ്ഞാൽ അശ്രദ്ധ. ഇബ്നു തൈമിയ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, മനുഷ്യന്മാർക്ക് എല്ലാം അറിയാം, നല്ല തൻ്റേടുണ്ട്, നല്ല ബുദ്ധിയുണ്ട്,
ഓരോന്നിനെയും പറ്റി, ഓരോ ആയത്തിനെയും പറ്റി, ഓരോ കൽപ്പനയെയും പറ്റി നന്നായി അറിയാം. പക്ഷെ എന്താ, ഒക്കെ അറിഞ്ഞാലും ഒരു ഗാഫിലായിട്ട് ഇങ്ങനെ നടക്കും, അശ്രദ്ധൻ. അതുകൊണ്ട് ചെയ്യേണ്ട സന്ദർഭം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യൂല, ഗഫലത്ത്. അതുകൊണ്ടാണ് 40ഓളം സ്ഥലങ്ങളിൽ വലാ തകും മിനൽ ഗാഫിലീൻ, വലാ തകും മിനൽ ഗാഫിലീൻ, നീ അശ്രദ്ധനാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നബി ആ ഖുർആൻ. അല്ലെങ്കിൽ ജനങ്ങൾക്ക് ശിക്ഷ വന്നപ്പോൾ അവർ ഗാഫിലീങ്ങളുടെ കൂട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്താ, ആകാതിരിക്കാൻ വേണ്ടി അവൻ ഖുർആൻ ഓതണം. ഇനി ഒമൻ ഖറഅ ഫീ മിഅത്ത ആയത്തിൻ മിനൽ ഖുർആൻ ഫീ ലൈലത്തിൻ യുക്തബു മിനൽ ഖാനിത്തീൻ, അവൻ ഖാനിത്തീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു തആല രേഖപ്പെടുത്തും. ഖാനിത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന വിധേയന്മാർ. അപ്പം ഖുർആനിന് എന്തോ ഒന്നുണ്ട്, ആ ഉള്ളതിനെ പ്രത്യേകമായി വേർതിരിക്കാനായിരിക്കണം, അതൊരു വെല്ലുവിളി ആയിക്കൊണ്ടായിരിക്കണം അലിഫ് ലാം മീം. ഇനി ഏത് ഉണ്ട്, അത് ആ സൂറത്ത് തുടങ്ങേണ്ടത് സാധു കൊണ്ടാണ്, അവിടെ വിഷയമല്ല. ഇപ്പം പല സൂറത്തുകളും ആ സൂറത്തിലെ വിഷയങ്ങളാണ് ഉള്ളത്. അതായത് ഇവിടെ ആ സൂറത്തിൽ ആ സൂറത്തിൻ്റെ ആ അക്ഷരം എന്താണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ്. അപ്പം അള്ളാഹു തആല അതുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഖുർആനിന് എന്തോ ഒരു ലോക്ക് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ നമുക്ക് അറിഞ്ഞുകൂടാ, അള്ളാഹു ആലം. അതുകൊണ്ടാണ് സ്വാദ് അള്ളാഹു ആലം ബി മുറാദിഹി, കാഫ് ഹാ യാ ഐൻ സ്വാദ് അള്ളാഹു ആലം ബി മുറാദിഹി, ത്വാഹ അള്ളാഹു ആലം ബി മുറാദിഹി. അതാണ് മുഫസ്സിറുകൾ പറയുന്നത്. അപ്പം നമുക്ക് അള്ളാഹു തആല കൃത്യമായി വിവരിച്ച് തരാൻ ഉദ്ദേശിക്കാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ വിവരിച്ച് തരാൻ പറയാത്തതുമായ കാര്യങ്ങളും നമ്മൾ അങ്ങനെ തന്നെ റബ്ബന ആമന്ന, പഠിച്ചോനെ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയാനല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എന്തെങ്കിലും പറയേണ്ടതില്ല. അതേ ഉള്ളൂ. ഏത് അതെ, ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, പല വിഷയങ്ങളും. അതുപോലെ വരുമെന്ന് അല്ലാഹു തആലക്ക് അറിയാം, നമുക്ക് അറിഞ്ഞുകൂടല്ലോ. തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം, തിൽക അത്, ആയാത്തുൽ കിതാബിൽ ഹകീം, ഹക്കീമായിട്ടുള്ള, അതായത് ജ്ഞാനനിബിഡമായിട്ടുള്ള അല്ലെങ്കിൽ ദൃഢമായിട്ടുള്ള രണ്ട് ആശയം അതിലുണ്ട്. ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്മത്തുള്ള, യുക്തിയും ജ്ഞാനവും നിറഞ്ഞത് എന്നൊരർത്ഥമുണ്ട്. എന്നാൽ ആശയം കൊണ്ട് സുദൃഢമായിട്ടുള്ള വേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ് ഈ പറയാൻ പോകുന്നത്. ഖുർആൻ്റെ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് അതിൻ്റെ വചനങ്ങൾ തന്നെയാണ്. ഖുർആനിൻ്റെ ആ ഘടന, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുള്ള ആ ഘടന, അതുതന്നെയാണ് അതിലുള്ള ദൃഢത എന്ന് പറയുന്നത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അതിൻ്റെ ഹിക്മത്ത്, ഹക്കീം എന്നതിനെ വിവരിക്കുന്നത് ഒന്ന് ഖുർആനിൻ്റെ പദഘടനകൾ, അത് വളരെ വളരെ അർത്ഥഗർഭമായിട്ടുള്ളതും അനുയോജ്യമായിട്ടുള്ളതുമാണ് എന്നത്. രണ്ടാമത്തേത് അതിൻ്റെ അത് മഹഫൂലത്തും മിന തഗയീർ, ഒരിക്കലും മാറ്റം വരാത്ത, അതായത് അന്നത്തെ ഭാഷയിൽ നിന്ന് ഇന്നത്തെ ഭാഷ ഒരുപാട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്ത് ആ സമൂഹം, അറബ് സമൂഹം സംസാരിച്ചിരുന്ന ഭാഷ ഒരുപാട് മാറി. ഇന്ന് ആ ഭാഷയുടെ ശൈലി തന്നെ മാറി. പക്ഷേ ഖുർആനിൻ്റെ ഭാഷ ഒരിക്കലും മാറിയിട്ടില്ല. ലോകത്ത് ഖുർആനിൻ്റെ ഭാഷ വളരെ കൃത്യമായി നിലനിൽക്കുന്നത് ഖുർആൻ ഇറങ്ങിയ പ്രദേശത്താണ്. ബാക്കി ലോകത്തിൻ്റെ അറബ് രാജ്യങ്ങളിലൊക്കെയുള്ള സംസാരം അറബിയാണ് എന്ന് റിക്കാർഡിക്കലായിട്ട് പറയാന്നുള്ളതല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഖുർആനിൻ്റെ ഭാഷ അവർക്കൊക്കെ, ഇപ്പോൾ ഈജിപ്തുകാരൻ അറബി ഭാഷയിൽ സംസാരിച്ചാൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. അതിൻ്റെ ഉച്ചാരണത്തിൽ വരെ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ അറബിയാണ് താനും. അതുപോലെ തന്നെ സിറിയക്കാരനും യമനിയും അതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ഭാഷ സംസാരിക്കുന്നവർക്ക് അത്
മാറ്റം വരാതെ സംസാരിക്കാൻ അന്നും ഇന്നും ഒരുപോലെ പറയാൻ കഴിയും. ലോകത്ത് ഏതൊരു ഭാഷയാണെങ്കിലും ഒരു 100 കൊല്ലം കഴിയുമ്പോഴെങ്കിലും അതിൻ്റെ ശൈലിയും പദങ്ങളും ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുണ്ടാവും. എന്നാൽ ഖുർആനിൻ്റെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു മാറ്റം തഗീർ വന്നിട്ടില്ല, മാറ്റം വരുത്തേണ്ടതായി വന്നിട്ടില്ല, കുറക്കുകയോ കൂട്ടുകയോ ചെയ്യേണ്ടതായി വന്നിട്ടില്ല. ഖുർആനിലൊരു പദം അവിടെ ഏറെ വേണ്ടിയിരുന്നു അല്ലെങ്കിൽ അതിനെ മാറ്റി പറയേണ്ടിയിരുന്നു എന്നുള്ളത് വന്നിട്ടില്ല. അത് സമ്പൂർണ്ണമാണ്. ആ നിലക്ക് അതിൻ്റെ ഹിക്മത്താണ്. അതുപോലെ തന്നെ അത് സുദൃഢമാണ്. ഇനി അതിലുള്ള ചരിത്ര ഭാഗങ്ങൾ, ഖുർആൻ ഒരുപാട് ചരിത്ര അംശങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായി ആ കാര്യങ്ങൾ അത് ദൃഢമാണെന്ന് പറയാൻ കാരണം വേദഗ്രന്ഥങ്ങളുടെ വിവരിച്ച അതിന് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങൾ വിവരിച്ച ചരിത്രത്തിൻ്റെ ഒരിക്കലും ആ ചരിത്രത്തെ തിരുത്തുന്നതല്ല, ആ ചരിത്രത്തെ ശരിയായി എടുത്ത് അതിനെ സ്ഥാപിക്കുന്നതാണ് ഖുർആനിലെ ചരിത്ര ഭാഗങ്ങൾ. അമ്പിയാക്കന്മാരുടെ ചരിത്രം, കഴിഞ്ഞകാല സമുദായങ്ങളുടെ ചരിത്രമൊക്കെ ആ ഖുർആൻ വിവരിച്ചിട്ടുള്ള ചരിത്രങ്ങൾ ലോകത്ത് ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഖുർആൻ പറഞ്ഞ പോലെ തന്നെ ദൃഢമായി നിലനിൽക്കുന്നതാണ്. അതിന് കാലത്തിനോ അല്ലെങ്കിൽ ദേശത്തിനോ അതിന് മാറ്റം വരുത്താൻ വന്നിട്ടില്ല. അതും കൂടി അതിൻ്റെ ദൃഢതയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഖുർആൻ എന്തെങ്കിലും ഒന്ന് നമ്മളോട് കൽപ്പിച്ചതായിട്ടുള്ളതെല്ലാം കാലാകാലം കൽപ്പിക്കേണ്ടത് തന്നെയാണ്. ഖുർആൻ കൽപ്പിച്ച വിശ്വാസമോ കർമ്മമോ സ്വഭാവമോ കുടുംബകാര്യമോ വ്യക്തിജീവിതത്തിലോ ഖുർആൻ എന്തൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പന ശരിയായിരുന്നില്ല, അതിൻ്റെ നിയമം അമെൻമെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഏതൊരു കൽപ്പനയും നിയമങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതുണ്ടെങ്കിലും ഖുർആനിൻ്റെ മഅ്മൂറാത്തുകളും മൻഹിയാത്തുകളും മാറ്റേണ്ടി വന്നിട്ടില്ല. അത് എന്നും അങ്ങനെ തന്നെ വേണ്ടാത്തത് വേണ്ടാത്തതായിട്ടും കൽപ്പിക്കപ്പെട്ടത് ചെയ്യേണ്ടതായിട്ടും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ ഹക്കീമാണ്, ഖുർആൻ ദൃഢമാണ് എന്ന് പറയുന്നത്. പിന്നെ ഖുർആൻ ജനങ്ങളെ വെറുതെ പ്രകോപിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് പ്രതീക്ഷ നൽകുകയാണ് ചെയ്യുന്നത്. അതൊരു ദൃഢതയാണ്. പ്രകോപിപ്പിക്കല്ല, ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. എത്ര വലിയ കുല്യാഴിബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, മഹാപാപികളെ പേടിക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് രക്ഷയുണ്ട്. അതാണ് നന്മ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എന്നും പ്രതീക്ഷ നൽകുകയും തിന്മ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് താക്കീതോടുകൂടി നന്മയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഖുർആൻ സ്വീകരിച്ച രീതി. അതുകൊണ്ടും ആ ഖുർആനിൻ്റെ രീതി ഒരു ദഅവത്ത് പ്രബോധനം എന്ന നിലക്ക് അത് ഹക്കീമാണ്. അതുപോലെ തന്നെ അത് ആവർത്തിച്ച് ചരിത്രങ്ങൾ പറയുന്നു. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പറ്റി 400ഓളം സ്ഥലങ്ങളിൽ നേരിട്ടും അല്ലാതെയും മൂസാ അലൈഹി സ്വലാമിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞ ചരിത്രം മറ്റേ സ്ഥലങ്ങളിൽ പറഞ്ഞ ചരിത്രത്തിൻ്റെ ആ ഭാഗം തന്നെയാണെങ്കിലും പുതുമകളുണ്ട്. ഓരോ സ്ഥലത്തും ആ ചരിത്രത്തിൽ ഓരോരോ പുതിയ കാര്യങ്ങളുണ്ട്, മറ്റോടത്തില്ലാത്ത. ഇവിടെ ഇല്ലാത്തത് അവിടെയുണ്ട്, അവിടെ ഇല്ലാത്തത് ഇവിടെയുണ്ട്. മറ്റൊന്ന് ആ പറഞ്ഞ 23 കൊല്ലത്തിൻ്റെ ഇടയിൽ നബി ആദ്യം പറഞ്ഞ സംഭവവും രണ്ടാം പറഞ്ഞ സംഭവവും തമ്മിൽ ഒരിക്കലും പറിച്ചു നടേണ്ടി വന്നിട്ടില്ല, വൈരുദ്ധ്യമായിട്ടില്ല. ഖുർആൻ ഇറങ്ങിയ കാലത്ത് തുടങ്ങിയ ഒരു കാര്യം അവസാന കാലത്ത് അതാണ് മാറ്റിക്കാളി എന്ന് പറഞ്ഞ് പറിച്ച് നടേണ്ടി വരാത്ത വിധം അല്ലെങ്കിൽ മാറ്റേണ്ടി വരാത്ത വിധമാണ് ഖുർആനിൽ ഇപ്പോഴുള്ളത്. അപ്പം അതുകൊണ്ടും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഖുർആൻ ഹക്കീമാണെന്ന് പറയുന്നത് ലോകത്ത് മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യന് നന്മ ഉണ്ടാകുന്ന നല്ലതിലേക്ക് മാത്രമേ ഖുർആൻ വിളിച്ചിട്ടുള്ളൂ എന്നത് ആരുടെ മുമ്പിലും നമുക്ക് പറയാം. മനുഷ്യന് നന്മയുണ്ടാവുന്നതല്ലാത്ത ഒന്നും ഖുർആനിലില്ല. അതുകൊണ്ട് തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം, വളരെ സുദൃഢമായ ജ്ഞാന നിബിഡമായ കിതാബിലെ വചനങ്ങളാണത്. അത് ഖുർആനിൻ്റെ ഖിറാഅത്തിൻ്റെ ശൈലികളാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചതും അവരുടെ ആ ശൈലിയെ നബി പിന്തുണച്ചതുമാണ്. നിങ്ങൾ അതിലൊക്കെ ഓതിക്കോളി.
അത് ഒരു ശൈലി തെറ്റായത് കൊണ്ട് മറ്റേ ശൈലി സ്വീകരിച്ചതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്തു സബ് 7 ഓത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അംഗീകരിച്ചു കൊടുത്തതാണ്. അതുകൊണ്ടത് വൈരുദ്ധ്യമില്ല. അത് ഇജ്മാഉൽ ഉമ്മത്താണ്, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്. ആ ഓരോ ശൈലി ഓരോരുത്തർ പിന്തുടർന്നു എന്ന് മാത്രം. അതാ ഇപ്പം എഴുത്തിൻ്റെ ശൈലി, ഖുർആൻ എഴുത്തിൻ്റെ ശൈലിയിലും വ്യത്യാസമുണ്ടല്ലോ. ഇപ്പോൾ തുർക്കികളുടെ മുസാഫ്, തുർക്കികൾ എന്താണെന്നാണ് തോന്നുന്നുണ്ട്, തുർക്കികളുടെ മുസാഫ് നമ്മൾ കണ്ടാൽ അവിടെ താവിൻ്റെ പുള്ളി താഴത്തേക്കാരം, ഫാവിൻ്റെ പുള്ളിയൊക്കെ ഫാവിൻ്റെ പുള്ളി താഴത്തിട്ടുണ്ടോ, താഴെ സായ് പുള്ളിയുടെ റാവിൻ്റെ മുകളിൽ, എന്നാൽ സായ് എന്ന് പറഞ്ഞ ഇതിൻ്റെ റാവിൻ്റെ താഴെയാണ് പുള്ളിയിട്ടുണ്ടാവും. അതുപോലെ ഓരോ അക്ഷരങ്ങൾക്കും എഴുത്തിൻ്റെ ശൈലി വ്യത്യാസമുണ്ട്. അതുപോലെ അതിൻ്റെ ഖിറാഅത്തിൻ്റെ ശൈലി വ്യത്യാസങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്നുള്ളിടത്ത് മലിക് യൗമിദ്ദീൻ എന്നുണ്ട്, അള്ളാഹു സമദ് എന്നുള്ളിടത്ത് ലില്ലാഹി സമദ് എന്നുണ്ട്. അങ്ങനെയുള്ള ഖിറാഅത്തിൻ്റെ ശൈലികൾ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അംഗീകരിച്ചത് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഇപ്പോൾ ജിബ്രീൽ ഇങ്ങനെ അല്ലാതെ വേറെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ഓത്തിൻ്റെ ഖിറാഅത്തു ഹഫ്സ് നാസി എന്ന് പറയുന്ന ഒരു ശൈലി സ്വീകരിക്കുന്നു. അപ്പോൾ മറ്റേ ശൈലി കേട്ടാൽ നമുക്കൊരു അത് തെറ്റി ഓതുകയാണ് എന്ന് തോന്നിപ്പോകും, അതേ ഉള്ളൂ. അതങ്ങനെയല്ല. യൂറോപ്യൻസിൻ്റെ ഇവിടെ മൊറോക്ക, ആ മൊറോക്കക്കാരുണ്ട്, തുർക്കികളുടെ ശൈലി. പക്ഷെ അവരൊക്കെ അറബിൽ വരുമ്പോൾ ഒരു ശൈലിയിലാണ് കേൾക്കേണ്ടത്. അതിനൊക്കെ അരോചകമായി തോന്നിട്ടുമില്ല. ഓരോരുത്തർ ഓരോ നാട്ടിലും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. അറബി നാടുകളെ മിക്കവാറും മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരേ ശൈലി തന്നെയാണ് കൂടുതലും കാണുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ശൈലി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. ഇനി ഹുദം വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ, അതിനൊക്കെ അർത്ഥം നമുക്കറിയാം. ഹുദയാണ് ഖുർആൻ എന്നാണ്, വഴികാട്ടിയാണ് അല്ലെങ്കിൽ മാർഗദർശനമാണ്. പിന്നെ വ റഹ്മത്തൻ അനുഗ്രഹവുമാണ്. ആർക്ക്? ലിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഖുർആൻ ഏതൊരു മനുഷ്യനെയും പോയി കാണാണ്ട് മാറ്റല്ല. നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല മനസ്സും നല്ല താല്പര്യവും ഉള്ള ആളുകൾക്ക് ഖുർആൻ വഴി കാണിക്കും. പിന്നെ ഖുർആൻ അനുഗ്രഹമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നന്നായി ജീവിക്കണം എന്ന ഒരു നല്ല വിചാരമുണ്ടായതുകൊണ്ട് ഖുർആൻ നമുക്ക് ഒരുപാട് റഹ്മത്തായി മാറി. എന്താ? നമ്മളൊരു കള്ളുകുടിയനായില്ല, നമ്മളൊരു വ്യഭിചാരിയായില്ല, നമ്മളൊരു കള്ളനും കൊള്ളക്കാരനും തോന്നിവാസിയും ആയില്ല. അത് ഈ ഖുർആൻ നമുക്ക് അനുഗ്രഹമായതുകൊണ്ടാണ്. അതുപോലെ നമുക്ക് വഴി കാണിച്ചു, പൂർണ്ണമല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഖുർആൻ വഴി കാണിക്കുന്നുണ്ടല്ലോ. അതെന്താ? നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഇഹ്സാൻ, സൽവിചാരം, പഠിച്ചോനെ എന്ന, അതാണ് അൽ ഇഹ്സാൻ അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു വിചാരം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായതുകൊണ്ടാണല്ലോ ഈ ഖുർആൻ നമ്മളെ പിടിച്ചു നിർത്തുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തായിരിക്കും? അപ്പോൾ ഹുദൻ വ റഹ്മത്തൻ ലിൽ മുഹ്സിനീൻ, ഈ ഇഹ്സാൻ ചെയ്യുന്ന ആൾ. ഹുദൻ ലിൽ മുത്തഖീൻ എന്ന അൽ ബഖറയിലുണ്ട്. അപ്പോൾ ഖുർആൻ ആർക്കാ ഹിദായത്ത്? മുത്തഖീങ്ങൾക്കാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് ഖുർആൻ വെളിച്ചമായി വരും. എങ്ങനെ വരുന്നത്? അത് ഹുദയും റഹ്മത്തും ആകുന്നത് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ഖുർആൻ കുറച്ച് ഓതണം, ഖുർആൻ കുറച്ച് പഠിക്കണം, കുറച്ച് അതിനനുസരിച്ച് മനസ്സിലാക്കണം, കുറച്ച് വ്യാഖ്യാനങ്ങൾ ഓതിയിട്ട് അതിനനുസരിച്ച് ജീവിക്കണം. അപ്പോൾ നമുക്ക് ആ ഹിദായത്ത് കിട്ടുന്നു, നമുക്ക് റഹ്മത്തായി മാറുന്നു. അതൊന്നും വിചാരമില്ലാത്തവന് എത്ര ആളുകളുണ്ട്? ഓൻ്റെ വീട്ടിൽ എത്ര മുസാഹിബ് ഉണ്ടാവും? ഓൻ തിരിഞ്ഞു നോക്കൂല. അതുകൊണ്ട് ഓന് ഖുർആൻ കൊണ്ട് ഒരു ഹിദായത്തും ഇല്ല, ഒരു റഹ്മത്തും ഇല്ല.
ഓൻ്റെ വീട്ടിൽ മുസാഹിഫ് ഉണ്ടാവും, ഓൻ്റെ മൊബൈലിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടാവും, അതിന് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഓനത് തുറന്നു നോക്കൂല. അതുകൊണ്ട് ഹിദായത്തും ആവില്ല, റഹ്മത്തും ആവില്ല. നമ്മളൊരു ഭാഗത്ത് പോയി ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ മൊബൈലെടുത്ത് ആ പരിഭാഷയെങ്കിലും ഒന്ന് നോക്കും, അല്ലെങ്കിൽ കുറച്ച് ഖുർആനെങ്കിലും ഓതും. നമ്മൾ വേറെ ഒന്നും ചെല്ലാനുള്ളൊരു മൂഡില്ലെങ്കിൽ കുറച്ച് ഖുർആനെങ്കിലും ഓതും. ചിലപ്പോൾ അതിൻ്റെ അർത്ഥമെങ്കിലും ഒന്ന് മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ഖുർആൻ ഹിദായത്തും റഹ്മത്തുമാകുന്നു. അങ്ങനെ ആവണം എന്നാണ് പറയുന്നത്. ഹുദൻ, അത് ഖുർആൻ മാർഗദർശനമാണ്. റഹ്മത്തൻ റഹ്മത്തുമാണ് ലിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകൾ. ആരാ നന്മ ചെയ്യുന്നവർ എന്ന് പറയുന്നത്? അതാ മനസ്സിൽ ഈ ഇഹ്സാൻ ബോധമുള്ളവരെ അല്ലാഹു തആല വിവരിച്ചു തരികയാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അത് അൽ ബഖറയുള്ള അതേപോലെ തന്നെ. അല്ലദീന യുഖീമൂന സ്വലാത്ത, നമസ്കാരം കൃത്യമായി നിലനിർത്തുന്നവർ, അവരാണ് നിസ്കരിക്കുന്നവർ. അല്ലദീന യുസല്ലൂന, നിസ്കരിക്കുന്നവർ എന്നല്ല അള്ളാഹു പറഞ്ഞത്. യുഖീമൂന സ്വലാത്ത, കൃത്യമായി നമസ്കാരം നിലനിർത്തുന്നവർ. അപ്പം അതിൻ്റെ ചട്ടവട്ടങ്ങൾ, അതിൻ്റെ സമയം, നിഷ്ഠ, ജമാഅത്ത്, പള്ളി, കഴിയുന്ന ആളുകൾ പള്ളി എന്ന് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ നിഷ്ഠയോടുകൂടി നിലനിർത്തുന്നവർ. വയുതൂന സകാത്ത, സകാത്ത് നൽകുന്നവർ. അതാണ് സകാത്ത് നൽകുന്നവർ. റമദാൻ ഷഅബാൻ ഇന്ന് 1. അപ്പോൾ ഷഅബാൻ തുടങ്ങി റമദാനിൻ്റെ മുമ്പായിട്ട് തന്നെ സാധാരണ റമദാനിലാണ് സകാത്ത് കൊടുക്കാറുള്ളത് എന്നത് ഒരു സാധാ ഒരു നാടൻ നമ്മുടെ ഒരു ശൈലി മാത്രമാണ്. റമദാനിൽ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നല്ല പറയുന്നത്. റമദാനിൽ സക്കാത്ത് കൊടുത്തു വരുന്നവരാണ് നമ്മൾ അധികമെങ്കിൽ നമ്മൾ കണക്ക് കൂട്ടാൻ സമയമായി. ഈ കൊല്ലം എത്ര കൊടുക്കണം, അത് ആർക്കൊക്കെ ഏതെല്ലാം വിഹിതത്തിൽ ഞാനത് നീക്കി വെക്കണം, അതിൻ്റെ കണക്കും കയ്യും ഒരുങ്ങാൻ സമയമായി. അതാണ് റമദാനിൻ്റെ ഒരുക്കം എന്ന് പറയുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഒരുങ്ങിയിരുന്നത് ഇതിനു വേണ്ടിയായിരുന്നു. അതായത് കൂടുതൽ ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കും. നല്ല കുത്തുബയിൽ കേട്ടിട്ടുണ്ടാകും. സാധാരണത്തേക്കാൾ അധികം നോമ്പ് റമദാനിൽ മുഴുവൻ നോൽക്കും, എന്നാൽ ശഅബാനിൽ വളരെ കൂടുതൽ നോമ്പ് നോൽക്കും. കാരണം റമദാനിലേക്കുള്ള ഒരു മുന്നൊരുക്കമായി കൊണ്ട് അത് ചെയ്യും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാനിലെ മുന്നൊരുക്കമായി നോറ്റ് വീട്ടാനുള്ളത് നോറ്റ് വീട്ടി തീർക്കും. അത് ആയിട്ടില്ലെങ്കിൽ ഇനിയൊരു മാസം കൂടിയേ ഉള്ളൂ, സമയം കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് നോറ്റ് വീട്ടി തീർക്കും. നോറ്റ് വീട്ടി തീർക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് സ്വന്തമായി ഉറപ്പുള്ള ആളുകൾ മറ്റൊരാളോട് ചോദിച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് ഭക്ഷണം കിട്ടാതിരുന്നാൽ ഭയങ്കര പ്രശ്നമെന്ന് പറയുമ്പോൾ ഓൻ്റെ എല്ലാ ദുരിതം പറയുമ്പോൾ കേട്ട ഒരാൾ പറയും നിങ്ങൾ നോൽമ്പ് വെൽക്കണ്ട മൊന്തെടുത്തോളി കഴിച്ചില്ലായി, മൂപ്പര് പറഞ്ഞല്ലോ ഇനി എനിക്ക് നോൽമ്പ് കഴിച്ചില്ല. അങ്ങനെ പറ്റൂല. നമുക്ക് ബോധ്യപ്പെടണം എന്നെക്കൊണ്ട് നോമ്പ് പൂർത്തിയാക്കാൻ പറ്റില്ല. ചില മനുഷ്യന്മാരുടെ സ്ഥിതി അതാണ്. ഓക്കടൊന്നും ഉണ്ടാവില്ല, പക്ഷേ 10 ഇരട്ടി പറഞ്ഞ് വലുതാക്കി. അപ്പോൾ അയാളാണ് ഫത്വ കൊടുക്കും, ഞങ്ങൾക്ക് മുദ്ദ് മതി, അയിമ പിടിച്ചു കണ്ട് മുദ്ദ് കൊടുത്താൽ പോരാ. നമുക്ക് ഉറപ്പ് വരണം. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോൽമ്പൊക്കെ ഒരുപാട് പോയ ആളുകളായിരിക്കും പല കാരണങ്ങളാലും. അങ്ങനെയാണെങ്കിൽ നോമ്പ് നോറ്റ് വീട്ടണം. അതല്ലെങ്കിലോ കൊടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും മുദ്ദ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അരസായ. പിന്നെ അയിമലുള്ള തർക്കമല്ല, അതിനുള്ള സംശയമാണ്. എല്ലാ കൊല്ലം മുദ്ദ് എത്ര കൊടുക്കണം, ഒരു മിസ്കീന് കൊടുക്കണം, ഒരു മിസ്കീന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അയാൾ വിശക്കുന്ന നേരത്ത് ഒരു സമൂസും ചായയും കൊടുത്താലും അയാൾക്ക് ഭക്ഷണം തന്നെയായി. അതുപോരാ. ഫുഖഹാക്കൾ ഒരു കൊടുക്കണം എന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് അരസാഴ് കൊടുക്കണം എന്ന്. അരസാഴ് അല്ല, അത് 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 ഭക്ഷണം എന്നുള്ള ഉറപ്പ് വരുത്തണം. പൈസ കൊടുത്താൽ പോകാൻ റീചാർജ് ചെയ്യും മൊബൈലിൽ, അത് ഉറപ്പ് വരുത്തണം ഭക്ഷണത്തിലാണ്. അരസാഴ് എന്നാണ് പറഞ്ഞത്. അരസാഴ് എത്ര? 1.5 കിലോ. നമുക്ക് ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ടല്ലോ. അപ്പോൾ 1.5 കിലോ അരിയാണ് അല്ലെങ്കിൽ ഗോതമ്പമാണ് അരസാഴ് ഒരു മിസ്കീൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിസ്കീൻ്റെ ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അരസാഴ് ഏതായിരുന്നാലും ഒരു മനുഷ്യൻ എത്ര വലിയ മനുഷ്യനാണെങ്കിലും 1.5 കിലോ കൊണ്ട് ഒരു ഭക്ഷണം കഴിക്കുമല്ലോ ഒരു നേരത്തെ. അപ്പോൾ ഒരു ദിവസത്തെ ഒരു ആഹാരമാണ്. അപ്പോൾ ഒരു നല്ല ആഹാരം കൊടുക്കണം. അനസ് റളിയല്ലാഹു അൻഹു
നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം നോമ്പ് ഒഴിവായപ്പോൾ മിസ്കീന്മാരെ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് പൂർണ്ണമായ ഒരു ഭക്ഷണം നൽകിയിരുന്നു. നമ്മൾ ഈ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോൾ രാവിലത്തെ ചായ, നാസ്ത, പിന്നെ 10 മണിക്കൊരു ചായ, പിന്നെ ഉച്ചക്ക്, പിന്നെ വൈകുന്നേരത്തെ ചായയും നമ്മൾ ഇത് അത്ര 5 നേരം കൊടുക്കണമെന്നാണ്. ഒരു നല്ല ഭക്ഷണം എന്ന് തന്നെയാണ്, ഒരു നല്ല ഭക്ഷണം. അപ്പോൾ ആ ഒരു ഭക്ഷണം നമ്മൾ ഒരു നോമ്പിന് പകരമായി ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ചുള്ള ഒരു വീതം, എത്രയെന്ന് നബി പറഞ്ഞതില്ല, അരസാഴി എന്നാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു 1.5 കിലോ അരി വെച്ചാണ് കൊടുത്താൽ മതിയോ എന്ന് പറഞ്ഞാൽ അതിന് കാശ് കൊടുത്താൽ പലപ്പോഴും ഇന്നത്തെ കാലത്ത്, ഒരു കാലത്ത് 1 കിലോ അരി അല്ലെങ്കിൽ നാഴി അരിയോ കിട്ടിയ, ഒരു ഷെയർ അരിയൊക്കെ കിട്ടിയുന്ന കാലത്ത് പോലും അത് എന്തായാലും അതുകൊണ്ട് തിന്നാതിരിക്കില്ല. അതായിരുന്നു. ഇന്നതല്ല. ഇന്ന് അരി കിട്ടിയാൽ ഓൽക്ക് ആവശ്യമില്ല. 1 റുപ്യക്കോ 2 റുപ്യക്കോ അരി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ പിന്നെ അരി കാശ് കൊടുത്താൽ തിന്നിയില്ലെങ്കിലും വേണ്ടിയില്ല, കാശ് കൊണ്ട് മറ്റു ഉപയോഗമാണ് ആളുകൾ ചെയ്യുക. അപ്പോൾ അവർക്ക് ഭക്ഷണം തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ അനസ് റളിയല്ലാഹുവിൻ്റെ ആ ഒരു ചര്യയിലേക്ക് മടങ്ങിയാൽ എളുപ്പമാണ്. ഇന്ന് ഏതെങ്കിലും ഒരു മുദ്ദ കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് 5 ദിവസമാണ് 5 ആളുകൾ അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ, അല്ലെങ്കിൽ 6 7 അംഗങ്ങളുള്ള ഒരു കുടുംബത്തെ നമ്മൾ കണ്ടെത്തിയിട്ട് ഒരു പിന്നെ ഇതിൽ കാറ്ററിങ്ങിൽ പറഞ്ഞിട്ട് ഓൽക്ക് നിങ്ങൾ ഒരു കിലോ അരിയുടെ അല്ലെങ്കിൽ ഒരു മന്തി കൊണ്ടുപോയി കൊടുക്കണം, ഓൽക്ക് 5 ആൾക്ക് 6 ആൾക്കുള്ള എന്ന് പറഞ്ഞാൽ അത് മുദ്ദായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭക്ഷണവുമായി, സംതൃപ്തമായ, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണവുമായി. കാരണം അങ്ങനെയുള്ള ഭക്ഷണം കിട്ടുമ്പോൾ എല്ലാവരും ഒരു ഓർത്ത് കളയും, അദ്ദേഹം എന്തായിരുന്നാലും ഒരു നല്ല കാര്യമാണ് ചെയ്തത്. മറ്റേത് അരി കൊണ്ടേ കൊടുത്താൽ പിന്നെ നീ അതിലേക്ക് മറ്റതൊക്കെ വേണ്ട, എന്തെങ്കിലും ഒരു ഭക്ഷണം ആവുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും അത് സമയമായി, അതാ പറയുന്നത്. അപ്പോൾ യൂത്തൂന സക്കാത്ത് വന്നാൽ പോണത്, യൂത്തൂന സക്കാത്ത് അതാണ് മൊഹസിൻ. മൊഹസിൻ എന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കന്നെ വേണം. അത് എത്ര കോടിയാണ് ഒരാൾ കൊടുക്കാനുള്ളതെങ്കിൽ സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കന്നെ വേണം. അതിനാണ് യൂത്തൂന സക്കാത്ത്. പിന്നെ വഹും ബിൽ ആഖിറത്തി, ഇനി അവർ ബിൽ ആഖിറത്തി, പരലോകത്തെപ്പറ്റി, ആഖിറത്തെ കൊണ്ട് എന്ന് പറഞ്ഞാൽ പരലോകത്തെ കൊണ്ട്, ഹും അവർ യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നു. കാരണം ഞാൻ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ, ഞാൻ നമസ്കരിക്കാതിരുന്നാൽ അവിടെ ഞാൻ പരലോകത്ത് ചെന്ന് പരാജയപ്പെടുമെന്ന ഉറപ്പ് അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് കൊടുക്കന്നെ ചെയ്യും. അങ്ങനെയുള്ള സൽവിചാരവും സൽപ്രവർത്തനവും ഉള്ളവരാണ് മുഹസിനീങ്ങൾ. അങ്ങനെയുള്ള മുഹസിനീങ്ങൾക്കാണ് ഖുർആൻ ഉപകാരപ്പെടുക. പിന്നെ അവരാണ് ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, അൽ ബഖറയിലുള്ള അതേ പദം തന്നെ. ഉലായിക, ആ കൂട്ടർ, അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്മാർഗത്തിന്മേൽ ജീവിക്കുന്നത്. ഹുദ എന്ന് പറഞ്ഞാൽ സന്മാർഗം, ഹുദൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ റബ്ബിങ്കൽ നിന്നുള്ള സന്മാർഗം, ആ സന്മാർഗത്തിൻ്റെ മുകളിൽ കൂടി നടക്കുന്നവർ, അല്ലെങ്കിൽ ആ സന്മാർഗമനുസരിച്ച് ജീവിക്കുന്നവർ, മേൽപ്പറഞ്ഞ ആഖിറത്തിനെ പറ്റി കൃത്യമായ ബോധ്യം യഖീനോടുകൂടി, ഹും യൂഖിനൂന്ന, യഖീനുണ്ടായത് കൊണ്ട് സക്കാത്ത് കൊടുത്ത് നമസ്കരിച്ച് വിശ്വാസികളായി ജീവിക്കുന്നവരാണ്. അത് ഫിഖിൽ സംഘടിതമായ സക്കാത്ത് കൊടുത്താൽ അത് ഉപകാരപ്പെടാത്ത കാലഘട്ടങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടായിരിക്കാം. ഫിഖിൽ അങ്ങനെ ഓടി പറഞ്ഞിട്ടില്ല. ഫിഖിൽ സംഘടിത സക്കാത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഒരാൾ വേണമെന്ന്, ഒരു വക്കീൽ വേണം. ഇപ്പം നമ്മളൊരു 10 ആൾ കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളെ 10 ആൾ ഞാനും വാങ്ങി സക്കാത്ത്, നിങ്ങളും വാങ്ങി, ഓരോരോ കുടുംബത്തിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു ഉത്തരവാദിത്തമുള്ള ആളില്ല. ഇസ്ലാമിക കൽപ്പനക്ക് 3 ആൾ യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ ഇമാമാവണം. അതുപോലെ ഏതൊരു സംഘടന 2 ആൾ വന്ന് നിൽക്കരിക്കുകയാണെങ്കിൽ ഒരാൾ നേതാവാവണം, ഒരാൾ പ്രജയാവണം. അപ്പോൾ എല്ലാ കാര്യത്തിനും ഇസ്ലാമിൽ എന്തുണ്ട്? ഒരു കൃത്യമായ ഒരു ക്രമമുണ്ട്. അത് ഫുഖഹാക്കൾ പറഞ്ഞു. സക്കാത്ത് കൊടുക്കുമ്പോഴും അതൊരു സംഘടിതമാകുകയാണെങ്കിൽ ഒരാൾക്ക് വക്കാലത്ത് കൊടുക്കണം.
അത് ആ കാലഘട്ടത്തിലുള്ള ഒരു സാഹചര്യം പറഞ്ഞാൽ, ഇന്നിപ്പോൾ നമ്മളൊരു സംഘടിത സക്കാത്ത് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും അതിന് പറ്റിയ അർഹനായ ഒരാളെ അതിൻ്റെ കൺവീനറോ നമ്മളെന്താ പേരിടുന്നത് സെക്രട്ടറിയോ ആക്കും. അതിനാണ് അതിൻ്റെ വക്കീൽ. അപ്പോൾ ഞാൻ ആരുടെ സക്കാത്ത് കൊടുത്തത്? ഞാൻ അബ്ദുള്ളയാണ് അതിൻ്റെ കൺവീനർ, അയാൾക്കാണ് കൊടുത്തത്. അതിനൊരാളുടെ അയാൾക്കാണ് അതിൻ്റെ മസ്ഊലിയത്ത്. അതിൻ്റെ അപ്പുറം സംഘടിത സക്കാത്ത് ഒരു ഫിഖ്ഹിലും ഇല്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ പുരോഹിതന്മാർ ഒരു കാലഘട്ടത്തിൽ സക്കാത്ത് സംഘടിതമായി കൊടുത്താൽ അത് സഹിയാവൂല എന്ന് പറഞ്ഞിരുന്നു. അതിനൊരു കാരണം നമുക്ക് ബാഹ്യമായി അല്ലാഹു അഅലം നമുക്ക് തോന്നുന്നത്, ഒന്ന് ഒരു പക്ഷേ പുതിയ പുത്തൻ പ്രസ്ഥാനക്കാരെന്നൊക്കെ പറയുന്ന ആളുകൾ അത് നടത്തിയപ്പോൾ ഓലെടുത്ത് സക്കാത്ത് കൊടുക്കണ്ട എന്നതുകൊണ്ടുള്ള ഒരു കാര്യമായിരിക്കാം. മറ്റൊന്ന്, പണ്ട് കാലത്ത് ജനങ്ങൾ കാര്യമായി സക്കാത്ത് കൊടുത്തിരുന്നത് ആരാ? അത് ഉസ്താദിന് മാത്രമാണ്. വലിയ വലിയവർക്ക് സക്കാത്ത് കൊടുക്കും, വേറെ സാധുക്കൾക്കൊന്നും കിട്ടൂല. അയാൾക്ക് എല്ലാവരും പോയി കൈമടക്കും. ഇത് ജനങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുത്തു തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ ഇവർക്കത് കിട്ടൂല. പൗരോഹിത്യം ജനങ്ങളുടെ സക്കാത്തും സദക്കയും വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് സംഘടിതമായി പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഓരോരുത്തരും ഒറ്റക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും ഒറ്റക്ക് അവരിൽ നിന്ന് കിട്ടാനുള്ള ഒരു ഹീലത്തായിരിക്കാം എന്നതിൽ കവിഞ്ഞ് അതിന് വേറെ തെളിവൊന്നുമില്ല. പക്ഷേ എന്ന് കരുതി നമ്മൾ സംഘടിത സക്കാത്ത് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഉണ്ട് സക്കാത്ത് കമ്മിറ്റി ആക്കിയിട്ട് നമ്മൾ തോന്നിയ മാതിരി അത് കൈകാര്യം ചെയ്യാനും പാടില്ല. ഒരു സംഘടന എന്നുള്ള നിലക്ക് എങ്ങനെയെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ കൊക്കാണ്ട് അതാണ് കൊടുത്തു വീട്ടുന്ന, അത് പാടില്ല. കൃത്യമായി അതിൻ്റെ അർഹന്മാരാണ് എന്ന് ഉറപ്പ് വരുത്തുകയും അത് സക്കാത്ത് തന്ന ആളുകൾക്ക് കൂടി ബോധ്യപ്പെടുന്ന രൂപത്തിൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യുകയും വേണം. ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം നാറ. യതീമക്കളുടെ സമ്പത്ത് അക്രമമായി തിന്നുന്നവർ അവരുടെ വയറ്റിലേക്ക് തീയാണ് തിന്നുന്നത് എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ സക്കാത്ത് വാങ്ങി അത് അന്യായമായി പാവങ്ങൾക്ക് വേണ്ടിയല്ലാതെ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് അപകടം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ പല കാലഘട്ടങ്ങളും സക്കാത്തിൻ്റെ പൈസ വാങ്ങിയിട്ട് അതുകൊണ്ട് പല പ്രവർത്തനങ്ങളും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അതൊന്നും സക്കാത്തിന് പാടില്ല. ജനങ്ങളുടെ തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം. ഇസ്ലാമിലെ സക്കാത്തിൻ്റെ അടിസ്ഥാന അതിൻ്റെ തത്വം എന്താണെന്ന് ചോദിച്ചാൽ, ധനികന്മാരിൽ നിന്ന് വാങ്ങുന്നു, ദരിദ്രന്മാരിലേക്ക് കൊടുക്കുന്നു എന്നതാണ്. സക്കാത്ത് വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കുക, സക്കാത്ത് വാങ്ങിയിട്ട് മദ്രസ ഉണ്ടാക്കുക, മറ്റേന് മതിലിട്ടുക, സക്കാത്ത് വാങ്ങിയിട്ട് സമ്മേളനം നടത്തി പന്തലിടുക, സക്കാത്ത് വാങ്ങിയിട്ട് വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി, അതുപോലെ പല പ്രവർത്തനങ്ങളും സക്കാത്ത് കൊണ്ട് ആ ജാതി അതൊക്കെ ഫീസബീൽ എന്നൊരു അക്കൗണ്ടിൽ എഴുതിയിട്ട് ആകെ ഫീസബീൽക്കാണ്ട് പോവും. ഇന്നമ സക്കാത്തുൽ ഫുഖറായുൽ മസാക്കീൻ എന്ന് പറഞ്ഞ് ഫഖീറും മിസ്കീനൊന്നും നാട്ടിലില്ല. സക്കാത്തിൻ്റെ പൈസ ധാരാളം കിട്ടുന്നുണ്ട്, അത് എങ്ങനെയൊക്കെ ചിലവായി പോകുന്നു എന്നൊരവസ്ഥ നാട്ടിൽ ഇന്നും ഉണ്ട്. അത് നമ്മൾ ഒഴിവാക്കണം. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത് അത് സംഘടനാപരമായി കൊടുക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പാവങ്ങളെ കണ്ടെത്തി കൊടുക്കുകയാണ് വേണ്ടത്. സക്കാത്തുള്ളത് തുഖദു മിൻ അഗ്നിയാഇഹിം വ തുറദ്ദു അലാ ഫുഖറാഇഹിം. ഫഖീറന്മാർക്ക് എത്തണം. അത് ഫുഖറാ എന്ന് ഒറ്റക്ക് നബി പറഞ്ഞത് ദരിദ്രന്മാരായിട്ടുള്ള ഫഖീർ, മിസ്കീന്, ഗാരിമ്, കടം വന്ന് കുടുങ്ങിയവൻ എല്ലാവർക്കും കൂടിയാണ്. അത്രയേ ഉള്ളൂ. അത് ഉത്തരവാദിത്വത്തിൽ വേണം. ഏത് കൊടുക്കുന്ന ആൾക്ക് അങ്ങനെ പറയരുത്. അങ്ങനെ അപ്പോൾ ഒരു സംഘടിത സ്വഭാവം ഉണ്ടാവില്ല. ഞാനൊരു 10,000 ഉറുപ്പ്യ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 1,00,000 ഉറുപ്പ്യ കൊടുക്കുകയാണ്, എൻ്റെ ഈ 1,00,000 കൊണ്ട് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഒരു വീട് ഏതെങ്കിലും 1,00,000 ആവുമല്ലോ. അങ്ങനെ 10 ആൾ കൂടി പറഞ്ഞാൽ നമുക്ക് ആക്കാം. അപ്പം ഞാൻ 1,00,000 ഉറുപ്പ്യ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സക്കാത്ത് കമ്മിറ്റിക്ക്. ഞാൻ ചെയ്യേണ്ടത് എന്താ? അങ്ങനെ എനിക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഒരു 10 ആളുടെയും കൂട്ടിയിട്ട് ഒരു 10 ലക്ഷം ആക്കി ഞങ്ങൾ 1,00,000 ഉറുപ്പ്യ തരാം, അതുകൊണ്ട് നമുക്കൊരു വീടുണ്ടാക്കണം ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്ക്, അങ്ങനെ കൊടുക്കാം. അല്ലാതെ കമ്മിറ്റി ആകെ ഇടങ്ങാറാവില്ലേ?
ഒരാൾ 10,000 ഉറുപ്പ്യ എടുത്തുകൊണ്ട് ഇതുകൊണ്ട് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞു, മറ്റേ ആൾ 10,000 ഉറുപ്പ്യ എടുത്ത് ഇത് വേറെയുള്ളവർക്ക് പിന്നെ അരി റിലീഫ് അല്ല അരി കിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ സക്കാത്ത് കമ്മിറ്റി എന്താ ചെയ്യുക? അപ്പോൾ അവർ പ്രായോഗികമായി ചെയ്യണം, അത്രേ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അത് കൊടുക്കുന്നവരൊരു കൂട്ടരും അത് വാങ്ങി ചെലവഴിക്കുന്നവർ വേറൊരു കൂട്ടരുമല്ല. കൊടുത്തവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇത് നേരെയായ രൂപത്തിൽ തന്നെയാണ് എത്തുന്നത്. അതേ അവസരത്തിൽ നിങ്ങളൊരു 10,000 ഉറുപ്പ്യ നമ്മൾ കൊടുത്തു, നമുക്ക് പറയാം കമ്മിറ്റിയോട് നമുക്കൊരു വീടുണ്ടാക്കണം എന്നാണ് ഉദ്ദേശം. അപ്പോൾ കമ്മിറ്റിക്ക് ചിന്തിക്കാം അങ്ങനെ വീടുണ്ടാക്കുന്ന നമ്മൾ അങ്ങനെ ഒരു വീടിനെ പറ്റി ആലോചിക്കാം. പക്ഷേ വീടിൻ്റെ മുമ്പ് അതിനേക്കാളും അടിയന്തരമായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിലേക്ക് ചെലവഴിക്കേണ്ടി വരും. അല്ലാതെ നമ്മളത് വാങ്ങിയിട്ട് നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ലോ. അല്ല, കമ്മിറ്റി തീരുമാനിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സക്കാത്ത് കൊടുത്തപ്പോൾ ആരും ഇന്നതാണ് ഇതിലേക്ക് ചെലവഴിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടില്ല. അതല്ലേ നമ്മൾ ഇപ്പം നബിക്ക് സക്കാത്ത് കൊടുത്തപ്പോൾ ഇത് ഇന്നതിനാണ് ചെലവഴിക്കേണ്ടത് പറഞ്ഞില്ല. ബൈത്തുൽ മാലിൽ സക്കാത്ത് ഉണ്ട്, എന്നിട്ട് നബി പറഞ്ഞു എന്താ, മൻ മാത്ത പത്തറക്ക മാലൻ, ആരെങ്കിലും മരിച്ചിട്ട് അയാൾ സമ്പത്ത് ഉപേക്ഷിച്ച് മരിക്കുകയാണെങ്കിൽ ഫലി വർഷത്തി അനന്തര അവകാശികൾ എടുത്തോട്ടെ. എന്നാൽ ഒരാൾ മരിച്ച് വത്തറക്ക ദൈനൻ ഒഴിയാലൻ, കടമോ അല്ലെങ്കിൽ ദരിദ്രന്മാരായ കുഞ്ഞുങ്ങളുടെ ജീവിതമോ ബാക്കി വെച്ച് പോവുകയാണെങ്കിൽ ഫൈലി എന്നോട് പറയും, ഞാൻ ആ കടം വീട്ടിക്കോളാം. അപ്പോൾ ആ സക്കാത്ത് നബി വാങ്ങിയപ്പോൾ ഇത് കടം വീട്ടാനുള്ളതാണെന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണെന്നോ ആരും നിബന്ധന പറഞ്ഞിട്ടില്ല, നബിയോട് ചോദിച്ചിട്ടുമില്ല. നബി അവിടെ ഉണ്ടായ ആ വിഷയത്തിൽ ആ സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്തു. അവിടെയാണ് പ്രശ്നം. അത് അപ്പോൾ സക്കാത്ത് കമ്മിറ്റി വിശ്വസ്തമായൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിക്ക് സത്യസന്ധമായി അള്ളാഹുവിനെ മുൻനിർത്തി എന്താണോ ആവശ്യം അത് നിർവഹിക്കുക. നമ്മൾ ഓരോരുത്തരും ഓരോരോ ആവശ്യം പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഇല്ലെങ്കിൽ സക്കാത്ത് കമ്മിറ്റിക്ക് തരൂല എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. അങ്ങനെയൊന്നും ഇല്ല. ശരിയാ, അത് ബൈത്തുൽ മാലിലേക്ക് നമ്മൾ കൊടുക്കുന്നു, ബൈത്തുൽ മാല് യുക്തമായി അത് തീരുമാനിക്കുന്നു. അതാണ് ഇസ്ലാമിലെ സക്കാത്തിൻ്റെ ഒരു സമ്പ്രദായമുള്ളത്. അല്ലാഹു അഅലം. അവകാശികൾക്ക് കൊടുക്കണം. അതിൽ നമ്മളെ ആളാണ് മറ്റേ ആൾ. ദാരിദ്ര്യമുണ്ടോ അത് കൊടുക്കണം. അതുതന്നെയാണ് പ്രശ്നം. അതിൽ ആരെയാണോ മുൻഗണന കൊടുക്കേണ്ടത് ആ മുൻഗണന നമ്മൾ വേണം. അതായത് മുൻഗണന എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിനാണോ മിസ്കീനാണോ കാര്യമിനാണോ അതിന് നമ്മൾ മുൻഗണന കൊടുക്കണം. അപ്പോൾ മുഹ്സിനീങ്ങൾ അതാണ് സക്കാത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഓരോ മഹല്ലത്തും ഇന്ന് നമ്മളെ കേരളത്തിലുള്ള പ്രത്യേകിച്ച് നമ്മളെ മലബാറിലുള്ള ഓരോ മഹല്ലത്തിലും ഇനി ഏത് മഹല്ലാണെങ്കിലും അവിടെയുള്ള ജനങ്ങളുടെ സക്കാത്ത് വളരെ വിശ്വസ്തമായ മഹല്ല് കമ്മിറ്റി ഏൽപ്പിക്കുന്ന ഉത്തരവാദപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ ഒത്തൊരുമയോടുകൂടി ഒരു സക്കാത്ത് സംഘടിത സംവിധാനം ഉണ്ടായാൽ ഒരു മഹല്ലത്തിലും വീടില്ലാത്തവനുണ്ടാവില്ല, ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവില്ല, ഒരു നിലക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല. അതിനു മാത്രം നമ്മളെ മഹല്ലത്തുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നമാണ്. പക്ഷേ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ സക്കാത്ത് സംഘടിതമായി കൊടുക്കുന്നിടത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും അങ്ങനെ ആണുകൊണ്ട് പോകും. മറ്റോട് സംഘടിതമായി കൊടുക്കാത്ത ഇടത്ത് അത് റമദാനിൽ എന്തെങ്കിലും 10, 25, 100 ഉറുപ്പ്യ അവനാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് 100, 200, 500 ആയിട്ട് ആർക്കും ഉപകാരമില്ലാതെ പോവുകയും ചെയ്യും. അതാണ് സംഭവിക്കൽ. മാത്രമല്ല പല അസാമർത്ഥ്യക്കാരൊക്കെ സക്കാത്ത് വാങ്ങിപ്പോവും, യഥാർത്ഥത്തിൽ കിട്ടേണ്ടവർക്ക് കിട്ടില്ല. സാമർത്ഥ്യമുള്ളവർ എങ്ങനെയെങ്കിലും ചാടി മറിഞ്ഞ് ഓൻ്റെ പെരയിലെത്തി ആ പൈസയും കയ്യിലാക്കി ഒരു പോവും. യഥാർത്ഥത്തിൽ കിട്ടേണ്ട വിധവകളായിട്ടുള്ള ആളുകൾ, മാന്യതയുള്ള ആരോടും ചോദിക്കാൻ കഴിയാത്ത ആളുകൾ, വീട്ടിൽ രോഗികളായി കിടക്കുന്ന ആളുകൾ, സ്ത്രീകൾ, ദരിദ്രം അനുഭവിക്കുന്ന സ്ത്രീകൾ, യതീം കുട്ടികൾ, അങ്ങനെയുള്ള ആരും ഈ ആളുകളെ ചെന്ന് കണ്ട് അവരെ ബഹുമാനിച്ച് അവരിൽ നിന്ന് കാശ് വസൂലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അവരാണ് യഥാർത്ഥത്തിൽ ആ മഹല്ലത്തിലെ സക്കാത്തിൻ്റെ അവകാശികൾ. അവർക്കൊട്ട് കിട്ടുകയുമില്ല. അതുകൊണ്ട് സക്കാത്ത് നഷ്ടപ്പെട്ടു പോകുന്നു അതിൻ്റെ ഫലം എന്നതാണ് ഇന്നത്തൊരവസ്ഥ. അതിന് സക്കാത്ത് കമ്മിറ്റി നല്ലോണം വേർത്താൽ സംഗതി ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം. രണ്ടാമത്തൊന്ന്, ആഭരണം തുടങ്ങിയിട്ടുള്ള
കോടികളുടെ ആഭരണങ്ങളുണ്ട് സ്ത്രീകളുടെ കയ്യിൽ. അതിൻ്റെ കൃത്യമായ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് നരകത്തിലെ ചെയിനും നരകത്തിൻ്റെ മാലിയാണ് ഉണ്ടാകുക. അത് പലപ്പോഴും ആളുകളുടെ തലയിൽ കയറുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉലായിക അലാ ഹുദം മിർ റബ്ബിഹിം, അവരാണ് റബ്ബിങ്കൽ നിന്നുള്ള മാർഗദർശനത്തിന്മേൽ പറഞ്ഞ ആളുകൾ. വ ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് മുഫ്ലിഹുകൾ. ഉലായിക അക്കൂട്ടർ, ഹും അവർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഫലാഹ് വിജയം അവർക്ക് മാത്രമാണുള്ളത്. ഇനി ഒമിനൽ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യശ്തരി ലഹുവൽ ഹദീസ്, തമാശ വർത്തമാനങ്ങൾ. ലഹുവ് എന്ന് പറഞ്ഞാൽ കളി, വിനോദം, വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ. ലിയുളില്ല അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കുവാൻ. ബിഗൈരി ഇൽമിൻ, ഒരു അറിവും കൂടാതെ. വയത്തഖിദഹ ഹുസുവൻ, അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി തമാശ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ തമാശ വർത്തമാനങ്ങൾ എന്നതിനെ സഹാബിമാർ പല രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നഹാ വല്ലാഹി ഹുവ വല്ലാഹി അൽ ഗനാ, ഈ പാട്ടുകളും മ്യൂസിക്കുകളുമാണ് തമാശ വർത്തമാനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗനാ എന്ന് പറഞ്ഞാൽ മ്യൂസിക്കുകളാണ്. മസാമീറു ഷെയ്ത്താൻ എന്ന് പറയും. അതായത് നമ്മളെ ടെലിഫോണിലുള്ള മ്യൂസിക്കുകൾ മുതൽ ഇന്ന് എല്ലാ പാട്ടിലും കാര്യത്തിലും ദീന് പഠിപ്പിക്കാനുള്ളിടത്തും വയൽ തുടങ്ങേണ്ടതിൻ്റെ മുമ്പും നല്ല മ്യൂസിക് ഇട്ട് അടിച്ചിട്ടുള്ള പാട്ടുകളും മറ്റതൊക്കെയാണ് ഉള്ളത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ ഈ സാമൂഹിക തിന്മകളിൽ ഉൾപ്പെടുത്തിയ കാര്യമാണ് മ്യൂസിക്കുകൾ. മ്യൂസിക്കുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ലോകനാശത്തിൻ്റെ തുടക്കമാണ് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. നബിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ അത് നിരോധിക്കുന്നത്. നബിൻ്റെ കാലത്ത് സംഗീതോപകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ചിലത് നബി അംഗീകരിച്ചു, ദഫ് പോലെയുള്ള കാര്യങ്ങൾ. പിന്നെ റോമിൽ നിന്നും പേർഷ്യയിൽ നിന്നും വന്ന ജനങ്ങളെ മതിമറപ്പിച്ച് എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും മറപ്പിച്ച് ആട്ടവും പാട്ടിലേക്കും എത്തുന്ന അശ്രദ്ധമാക്കുന്ന മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് നബി വിരോധിക്കുകയും ചെയ്തു. ഇന്ന് അതാണ്, മ്യൂസിക്കുകളൊക്കെ മനുഷ്യന് തമാശക്കും വിനോദത്തിനും അശ്രദ്ധക്കും ഉള്ളതാണ്. അതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഹുവ വല്ലാഹി അൽ ഗനാഊൻ. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അതിനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിച്ചതാണ്. പിന്നെ ഖത്താദത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യസ്തരി ലഹുവൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ എന്ന് പറഞ്ഞാൽ വിനോദ വർത്തമാനങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. വിലക്ക് വാങ്ങുക, ഒരു തിന്മ വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ നന്മയുടെ സ്ഥാനത്ത് നന്മ കൊണ്ട് ഒഴിവാക്കിയിട്ട് തിന്മ വാങ്ങുന്നത് അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ. അതാ ഒമിനൻ നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മൻ യസ്തരി ലഹുവൽ ഹദീസ്, വിനോദ വർത്തമാനങ്ങൾ വിലക്ക് വാങ്ങുന്നവർ, അതായത് അത് ഇഷ്ടപ്പെടുന്നവർ, അത് ചെയ്യുന്നവർ. ലിയുളില്ല അൻ സബീലില്ല, ആ ലീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനം, അതിൻ്റെ പരിണിതിയുടെ അർത്ഥമുള്ള ലാമാണ്. അപ്പം ലിയുളില്ല അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി. അതിൻ്റെ പരിണിതി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റലാണ്. ബിഗൈരി ഇൽമിൻ, അറിയാതെ നമ്മൾ മ്യൂസിക്കുകളിൽ കൂടി ഉപകരണങ്ങളിൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും കാര്യങ്ങളും അറിയാതെ തെറ്റിപ്പോകും. വയത്തഖിദഹ ഹുസുവ, അതിനെ തമാശയാക്കുകയും ചെയ്യും. അതായത് അത് ആ അള്ളാഹുവിൻ്റെ മാർഗം എന്താണെന്ന് അറിയണില്ല, നേരായ കാര്യത്തെ പരിഹസിച്ച് തള്ളുകയും ചെയ്യും. ഉലായിക ലഹും അദാബും മുഹീൻ, അവർക്ക് ഹീനമായ ശിക്ഷയുണ്ട്. മുഹീൻ എന്ന് പറഞ്ഞാൽ ഹീനമായ നീചമായ ശിക്ഷയുണ്ടായിരിക്കും അവർ എന്നാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വായിക്കാം. ഹുസുവ് എന്ന് പറഞ്ഞാൽ തമാശ, ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് ഹുസുവ് എന്നുള്ള വാക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും ഹീനമാക്കി നിസ്സാരമാക്കി ദുനിയാവിൽ നിന്ന് തള്ളിയാൽ പരലോകത്ത്
അവനെ അള്ളാഹു ഹീനമാക്കും, നിസ്സാരനാക്കി തള്ളും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു ആലം. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ.